ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോയിൽ ഒരിക്കലും പേരൻസിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, മറിച്ച് കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അതെ, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ടോക്സിക് പാരന്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ടോക്സിക് പാരന്റിങ്? നമ്മൾ അറിഞ്ഞോ അറിയാണ്ടിയോ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കുട്ടികളെ മുറിവേൽപ്പിക്കുന്നു. ഇത് അവരുടെ ജീവിതകാലം മൊത്തം എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതുമൂലം ഇവരുടെ ബിഹേവിയറിലും ചേഞ്ചസ് വരും. അപ്പോൾ ഇതാണ് ടോക്സിക് പാരന്റിങ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരമുണ്ട്. ഫിസിക്കൽ ടോക്സിക് ഉണ്ട്, മെന്റൽ ടോക്സിക് ഉണ്ട്. അപ്പൊ നമുക്ക് ഫിസിക്കൽ ടോക്സിക് എന്താണെന്ന് നോക്കാം. ഉദാഹരണ സഹിതം ഞാൻ പറയാം. ഫിസിക്കൽ ടോക്സിക്കിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ കുട്ടികളെ അടിക്കുക, അല്ലെങ്കിൽ റൂമിൽ പൂട്ടിയിടുക, എന്തെങ്കിലും സാധനം കിട്ടുന്ന വെച്ചിട്ട് അവരുടെ മേത്തെറിയുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതിനാണ് ഫിസിക്കൽ ടോക്സിക് എന്ന് പറയുന്നത്. ഇത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാൽ ചെയ്യുന്നെങ്കിൽ ഇത് ഇവരെ കുറച്ചും കൂടി ഭയങ്കര കൂടുതലായിട്ടും ഇവരെ എഫക്റ്റ് ചെയ്യും മെന്റലി. ഓക്കെ, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മെന്റൽ ടോക്സിക് എന്നാണ്. അപ്പൊ ഈ മെന്റൽ ടോക്സിക് കിട്ടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഞാനെടുക്കും, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അതായത് മെന്റൽ ടോക്സിക്കിൽ വരുന്നത്, നിന്നെയൊക്കെ എന്തിനു കൊള്ളാം, നീ അവനെ കണ്ടുപിടിക്കേ, അവളെ കണ്ടുപിടിക്കുക, നിനക്ക് ഒരു കഴിവ് പോലും ഇല്ലല്ലോ, നിന്റെ തലയിൽ എന്താ കളിമണ്ണാണോ, ബുദ്ധിയില്ല, വിവരവും ഇല്ല, എന്ന് നിന്നെ കണ്ടപ്പോൾ തൊട്ട് എന്റെ കഷ്ടകാലം തുടങ്ങി, എന്ന് നന്നാവും, ഈ കഴുതയാ, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, മിണ്ടിപ്പോവരുത്, അല്ലേ, മിണ്ടിപ്പോവരുത്, ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്താൽ മതി, ഓക്കെ, അത് വേണ്ട, ഇത് മതി, കഴുതയാണോ നീ? ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അതായത് ഈ പറഞ്ഞ ലിസ്റ്റുകളെല്ലാം മെന്റൽ ടോക്സിക്കിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയണ്ടേ. അതായത് ചെറുപ്പത്തിലെ ഇവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ എന്താ പറയുക, സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയുവാണ്. അതുപോലെ തന്നെ ഇവരുടെ കഴിവുകൾ കുറയുവാണ്. ഈ കഴിവുകളൊക്കെ എങ്ങനെ നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവര് പേരൻസ് കുട്ടികളെ കമ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത്, നീ ആ കുട്ടീനെ കണ്ടില്ല, ആ കുട്ടി എത്ര നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്, നിനക്കൊരു കഴിവില്ല, ബുദ്ധിയില്ല, വിവരമില്ല എന്ന് പറഞ്ഞാൽ കുട്ടീനെ ഭയങ്കരമായിട്ട് പറയും. അതുപോലെ തന്നെ ചിലപ്പോൾ ആ കുട്ടിയുടെ കഴിവ് ചിലപ്പോൾ ചിത്രം വരയ്ക്കാനുള്ള കഴിവായിരിക്കും. ആ കുട്ടി ചിലപ്പോൾ ഭിത്തിയിലൊക്കെ ഇങ്ങനെ പയ്യെ വരച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയമായിരിക്കും. പക്ഷെ നമ്മുടെ പേരൻസ് നമുക്കിതൊന്നും കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഈ ചിലപ്പോൾ ഇന്നലെ പെയിന്റ് അടിച്ച വീടായിരിക്കും, കുട്ടിയെ അപ്പോഴായിരിക്കും ചിത്രമൊക്കെ വരയ്ക്കുന്നത്. പക്ഷേ കുട്ടീനെ അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. കുട്ടീനോട് പറയും, ഈ കുട്ടി ഇങ്ങനെ എന്തെങ്കിലും വരയ്ക്കുന്നത് കണ്ടിട്ട് ചിലപ്പോൾ പറയും, നാശം, അവിടെ ഫുൾ വൃത്തികേടാക്കിയിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഹേർട്ട് ചെയ്യും. പക്ഷെ കുട്ടീനെ അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കുട്ടിയെ ഭിത്തിയിലൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, കൊള്ളാലോ, പക്ഷെ ഇവിടെ അല്ല കേട്ടോ നമുക്ക് വരയ്ക്കാം, നമുക്ക് വേറെ സ്ഥലത്ത് വരയ്ക്കാം, വേറെ പേപ്പറും സ്കെച്ച് എന്താണെന്ന് വെച്ച് കൊടുക്കുക, എന്നിട്ട് അവിടെ കുറച്ച് നേരം അവിടെ ഇരിക്കുക, എന്നിട്ട് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആ കുട്ടി ആ ഭിത്തി വരച്ച സമയത്ത് നിങ്ങൾ ആ ഷൗട്ട് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ കഴിവ് ആ സമയത്തോടെ ഇല്ലാണ്ടാവുകയാണ്. അപ്പം അതെന്താ സംഭവിച്ചത്? നിങ്ങളുടെ വായിൽ നിന്ന് വന്ന ഒരു വേർഡ് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്ത്, അല്ലേ? വേറെ തരം പേരൻസ് ഉണ്ട്. അതായത് ഭയങ്കര ഓവറായിട്ട് അവരെ സ്ട്രിക്റ്റ് ചെയ്യും. അതായത് എന്ത് ഡ്രസ്സ് ധരിക്കണം, അവരുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഏതൊക്കെ ഫ്രണ്ട്സിനോട് കൂട്ടുകൂടാൻ പാടുള്ളൂ, അവരെന്ത് ഫുഡ് കഴിക്കണം, എപ്പം കടന്നുറങ്ങണം, എപ്പം ചിരിക്കണം, എങ്ങനെ നടക്കണം, എവിടെ പോകണം എന്നൊക്കെ വരെ സ്ട്രിക്റ്റ് ചെയ്യുന്ന പേരൻസ് ഉണ്ട്. പേഴ്സണലി എനിക്കറിയാം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പബ്ലിക് സ്ഥലത്ത് കുറച്ച് പേര് കൂടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവർക്കൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. കാരണം ആ പേരൻസിന് അതിന് പോലും ഇയാളെ ഒപ്പീനിയൻ പറയാൻ പോലും ഇയാളെ സമ്മതിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്തും വളർത്തിയതും. ഓക്കെ, കാരണം ഇത് അന്ന് ചെറുപ്പത്തിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് അനുസരിച്ചായിരിക്കും കുട്ടികളുടെ ഫ്യൂച്ചറും അവർ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ചില ആൾക്കാരൊക്കെ എന്താ പറയുക, ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവർ പെട്ടെന്ന് എന്താ പറയുക, ഭയങ്കര സ്വെറ്റാവുന്നു, പിന്നെ അവർക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു, ഭയങ്കര ടെൻഷൻ, വരക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര ഓവറായിട്ട് നോർമലായിട്ടുള്ള ആൾക്കാരെക്കാട്ടും കൂടുതൽ ഭയങ്കരമായിട്ട് അവർക്ക് അങ്ങനത്തെ ഫീലിങ്സും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അവരെക്കാട്ടും പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയാണ്. അതായത് ഇവരുടെ പേരൻസ് ചെറുപ്പത്തിൽ ഇവരെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം ആ ഒരു ട്രോമ ഈ കുട്ടിക്കുണ്ടായിരുന്നു. വലുതായി കഴിഞ്ഞപ്പോഴും
ഇതന്നെ അവസ്ഥ. അപ്പോൾ അതൊരു റീസൺ ആരുടെയാണ്? കുറ്റം ആരാണ്? ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് അങ്ങനത്തെ പ്രവൃത്തികളും ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി പെടുന്ന ഒരു പേരൻസ് ഉണ്ട്. അതായത് തന്നെ ഓരോന്നും ചെയ്ത് പഠിക്കേണ്ട പ്രായത്തിൽ കുട്ടികളെ അതൊന്നും സമ്മതിക്കാണ്ട് അവർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ചെറുപ്പത്തിൽ ചില കുട്ടികളൊക്കെ ഇങ്ങനെ അവർ ലേൺ ചെയ്യുന്ന സമയമില്ലേ, ആ സമയത്തൊക്കെ ഇവരെ അതിനൊന്നും അനുവദിക്കില്ല. ഫോർ എക്സാമ്പിൾ, സ്വന്തമായിട്ട് ചെരുപ്പിടാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ സോക്സ് ഇടാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ മുടി ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാൻ നോക്കുന്നു. ആ സമയത്തൊന്നും ഇവരതിനൊന്നും സമ്മതിക്കില്ല. അതെല്ലാം ഇവർക്ക് ചെയ്തു കൊടുക്കും. അപ്പം എന്നാ സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലുതായി കഴിയുമ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കുട്ടികളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പേരൻസിൻ്റെ കൈകളിലാണ്. അപ്പം നിങ്ങൾ എങ്ങനെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അവരുടെ മുന്നോട്ടുള്ള ജീവിതവും കാര്യങ്ങളും എല്ലാം. അപ്പം ഞാൻ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. ബൈ ബൈ. താങ്ക് യു സോ മച്ച്.